ഉജ്ജ്വലമായ 100 വർഷങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. ആ ഓർമ്മകൾ വരാനിരിക്കുന്ന 100 വർഷത്തേക്ക് കൂടിയുള്ള വറ്റാത്ത ഉറവയാണ്, സ്രോതസ്സാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ സമ്മേളനത്തിലും നമ്മൾ പുലർത്തേണ്ട മര്യാദ അതാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കടന്നു വന്ന വഴികളെ മറക്കാതെ, ആ വഴികളെ തരണം ചെയ്തു പോയ നമ്മുടെ മഹത്തുക്കൾ, അവർ കാണിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ. സമസ്തയുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ശ്രേഷ്ഠ പണ്ഡിതന്മാരും ആലിമീങ്ങളുമാണ്. സമസ്തയുടെ പിന്നിൽ നിൽക്കുന്നത് ആരാണ്? അവർക്ക് ശക്തി പകരുന്ന പൗരപ്രമുഖരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളാണ്. നമ്മൾ അവരെ ഉമറാക്കൾ എന്ന് വിളിക്കുന്നു. മുന്നിൽ നിൽക്കുന്നവർ ഉലമാക്കൾ, പിന്നിൽ നിൽക്കുന്നവർ ഉമറാക്കൾ. ആ ഉലമ ഉമറ ബന്ധത്തിന്റെ 100 വർഷങ്ങൾ കൂടിയാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് എന്ന ഓർമ്മകളും നമുക്കുണ്ടാകണം. ആ ഉലമ ഉമറ ബന്ധം അത് അല്ലാഹു എന്നും നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. അത് ചരിത്രത്തിന്റെ വരദാനമാണ്. ആ ഗോഡ്സ് ഓൺ കൺട്രി ആയ കേരളത്തിന്റെ തന്നെ ഒരു പ്രത്യേകത ആയിരിക്കും അത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഉലമ ഉമറ ബന്ധം ഇത്രയും ഗാഢമായി അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങൾ വളരെയേറെ ഒറ്റപ്പെട്ടവരാകുന്നു. വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി, സാംസ്കാരികമായി ഒക്കെ പിന്തള്ളപ്പെട്ടവരായി ജീവിക്കേണ്ടി വരുന്നു. അവരപഹസിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു. അകൽച്ചയുടെ രാഷ്ട്രീയത്തിന്റെ മുൻമുഴകളിൽ അവർക്ക് ജീവിതത്തെ തളച്ചിടേണ്ടി വരുന്നു. അകൽച്ചയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഇരകളായി അവർക്ക് ജീവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു. കേരളീയ സമൂഹത്തിൽ ഉലമ ഉമറ ബന്ധത്തിന്റെ തണലിൽ നമുക്ക് സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും